നയൻത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, അതായത് സമവാക്യ ജോഡികൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സൊല്യൂഷൻ ഉള്ള ക്വസ്റ്റ്യനാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദെയർ ആർ 100 ബീഡ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ എത്ര 100 മുത്തുകളുണ്ട്, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. വൈറ്റിനേക്കാളും ബ്ലാക്ക് എത്ര കൂടുതലുണ്ട്? 10 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് എത്രയുണ്ട്, വൈറ്റ് ബീഡ്സ് എത്രയുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എക്സ് വേരിയബിൾ എടുത്താൽ ചെയ്യാൻ പോകുന്നത്. വേരിയബിൾ എന്തെന്നറിയാമോ? എക്സ്. നമുക്കറിയാത്ത സാധനം നമ്മൾ എന്തെന്ന് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. ഇവിടെ ബ്ലാക്ക് ബീഡ്സും ഉണ്ട് വൈറ്റ് ബീഡ്സും ഉണ്ട്. വലുതാരാ? കൂടുതലുള്ളത് ഏതാ? ബ്ലാക്ക് അല്ലേ കൂടുതലുള്ള? വൈറ്റിനേക്കാളും 10 കൂടുതലാണ് ബ്ലാക്ക്. ഞാൻ എന്ത് ചെയ്തു? ചെറിയ ക്വാണ്ടിറ്റി ഉള്ളത് എക്സ് എന്ന് കൊടുക്കാൻ പോവുക. അതെ, ഇനി നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എക്സ് എന്ന് കൊടുത്തു. നമുക്ക് എന്തറിയാം? 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. വൈറ്റിനേക്കാളും ബ്ലാക്ക് എത്ര കൂടുതലുണ്ട്? 10 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് 10 എന്ന് എഴുതിക്കൂടെ? വൈറ്റിനേക്കാളും 10 കൂടുതലല്ലേ ബ്ലാക്ക്. അന്നേരം ബ്ലാക്കിൻ്റെ എണ്ണം, ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? എക്സ് പ്ലസ് 10 എന്ന് കൊടുക്കുന്നു. ഇനി ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട്, എത്ര മുത്തുണ്ട്? ടോട്ടൽ 100 മുത്തുകളുണ്ട് ടോട്ടൽ. അതായത് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണവും ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണോടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 100 കിട്ടണം. അത് എഴുതാം. എക്സ് പ്ലസ് 10 ഈക്വൽ ടു 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. 2x പ്ലസ് 10 ആണെന്ത്? 100. അത് 2x എന്തെന്ന് കിട്ടും? ഇവിടെ ആഡ് ചെയ്തേക്കുന്ന ഈ 10 അപ്പുറത്ത് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ആഡ് ചെയ്തേക്കുന്ന 10 ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. എന്നിട്ട് 2x ഈക്വൽ ടു 100 മൈനസ് 10 എന്ന് വരും. അത് 2x എന്തെന്ന് കിട്ടി നമുക്ക്? 2x ഈക്വൽ ടു 90. അത് എക്സിൻ്റെ വാല്യൂ എന്താണ്? 90/2, അതായത് 45 എന്ന് കിട്ടും. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എക്സ് എന്നല്ലേ നമ്മൾ എടുത്തത്? എക്സ് ഈക്വൽ ടു 45. അങ്ങനെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഇവിടെ എന്തെന്ന് കിട്ടി? 45 എന്ന് കിട്ടി. ഇനി ബ്ലാക്ക് ബീഡ്സ് എത്ര ആയിരുന്നു? എക്സ് പ്ലസ് 10 ആയിരുന്നു അല്ലേ? എക്സ് പ്ലസ് 10 ആയിരുന്നു. അന്നേരം 45 പ്ലസ് 10 അതായത് 55 എന്ന് കിട്ടും. വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം 45ഉം ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എന്താണ്? 55ഉം. ഇതാണ് ആൻസർ. ഇനി ഇവിടെ നമ്മൾ എക്സ് ഇട്ടല്ലേ ചെയ്ത്, ഒരു വേരിയബിൾ നമ്മൾ എടുത്തോളൂ. എക്സ് എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ എടുത്തോളൂ. ഇനി നമുക്ക് 2 വേരിയബിൾ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അന്നേരം എക്സും വൈയും എടുത്ത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്തെടുത്തു? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എക്സ് എന്നും നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് വൈ എന്നും എടുത്തു. ഇനി നമുക്ക് എന്തറിയാം? ഈ 2 ബീഡ്സ് അല്ലെങ്കിൽ ഈ വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 100 കിട്ടണം. അതായത് എക്സ് പ്ലസ് വൈ എന്ത് കിട്ടണം? 100 കിട്ടണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നമുക്ക് ഈ 2 വേരിയബിൾ എടുക്കുന്ന കേസിൽ, എക്സും വൈയും ഇല്ലേ 2 വേരിയബിളുള്ള കേസിൽ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്തെടുക്കാം. ഒക്കെ നമുക്ക് ക്വസ്റ്റ്യന് 2 ക്ലൂ അവർ തരും. എന്ന് വെച്ചാൽ 2 ഇക്വേഷൻസ് എഴുതാൻ പറ്റുന്ന 2 ക്ലൂസ് ആയിരിക്കും ഈ തരുന്നത്. ഈ ക്ലൂ സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 ഇക്വേഷനിലോട്ട് എത്തുക. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഇനി അടുത്ത ക്ലൂ എന്തോ തന്നേക്കുന്നേ? ബ്ലാക്ക് എത്ര ഉണ്ട്? വൈറ്റിനേക്കാളും 10 കൂടുതലാണ് അല്ലേ? 10 മുത്തുകൾ കൂടുതലാണ് ആർക്ക്? ബ്ലാക്കിന്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് വരും? 10 എന്ന് വരും അല്ലേ? ഇത് നമുക്ക് വൈ മൈനസ് എക്സ് എന്നുള്ള എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. മനസ്സിലായോ? നമ്പർ ഓഫ് ബ്ലാക്കിൽ നിന്ന് നമ്പർ ഓഫ് വൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ വൈയുടെയും കോഎഫിഷ്യൻറ്റ്, 2 ഇക്വേഷനിലും എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റ് നോക്കുക. എന്തുവാണ് കോഎഫിഷ്യൻറ്റ്? ഈ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറാണ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇവിടെ നമ്പറൊന്നും ഇല്ലല്ലോ. അത് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ്? 1 ആണ്.
ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് 1. ഈ ഇക്വേഷനിലും വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും 1 ആണ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനെ തിരിച്ചെഴുതാമല്ലോ. y മൈനസ് എക്സ് എന്നുള്ള മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടും കോഎഫിഷ്യൻറ്റ് സെയിം ആണ് അല്ലേ. ഇവിടെ പ്ലസ് എക്സും ഈ ഇക്വേഷനകത്ത് മൈനസ് എക്സും അല്ലേ. ഇവിടെ പ്ലസ് എക്സും ഇവിടെ മൈനസ് എക്സും. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ ഈ എക്സ് ക്യാൻസലായി പോവില്ലേ. നമുക്ക് എന്ത് വേണ്ട, ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം ഒരു വേരിയബിൾ കട്ടായി പോകണം. എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം കട്ടായി പോകണം, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് പോകണം. അത് നമുക്ക് ഒരു വേരിയബിൾ മാത്രമായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാക്കത്തുള്ളൂ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതായത് ഇവിടെ മൈനസ് എക്സും ഇവിടെ പ്ലസ് എക്സും ആയതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പോവുക. ഒരു സിമ്പിൾ മൈനസ്, ഒരെണ്ണത്തിൻ്റെ സിമ്പിൾ മൈനസും ഒരെണ്ണത്തിൻ്റെ പ്ലസ്സും ആയതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, റൈറ്റ് സൈഡിൽ 100ഉം 10 ആഡ് ചെയ്ത് എനിക്ക് എത്ര കിട്ടി, 110 കിട്ടി. ഇവിടെ y പ്ലസ് വൈ എന്ത് കിട്ടും, 2y എന്ന് കിട്ടും. ഇനി മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ത് കിട്ടും, മൈനസ് എക്സ് പ്ലസ് എക്സ്, മൈനസ് എക്സ് പ്ലസ് എക്സ്, അതായത് എക്സ് മൈനസ് എക്സ് അല്ലേ, എന്ത് കിട്ടും, 0 എന്ന് കിട്ടത്തില്ലേ. അതെ, ഇവിടെ 0 ആണ്. 0 പ്ലസ് 2y ഈക്വൽ ടു 110 എന്നെനിക്ക് കിട്ടി. അതെ, 2y എന്താണ്, 110 ആണ്. y എന്ത് കിട്ടും അതിൽ നിന്ന് എനിക്ക്, y ഈക്വൽ ടു 110/2 എന്താണ്, 55. നമ്മൾ y എടുത്ത് ഏതാ, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് അല്ലേ y എന്ന് എടുത്തത്, എത്ര കിട്ടി, 55 എന്ന് കിട്ടിയില്ലേ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. എക്സ് ഇട്ട് എന്ത് ചെയ്താൽ മതി, 100 നിന്ന് വൈ മൈനസ് ചെയ്താൽ മതി അല്ലേ. എക്സ് ഈക്വൽ ടു 100 മൈനസ് 55, അതായത് 100 മൈനസ് വൈ, 100 മൈനസ് 55 എത്ര കിട്ടും, 45 എന്ന് കിട്ടും. ആദ്യത്തെ മെത്തേഡിൽ ചെയ്തപ്പോഴും നമുക്ക് ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടിയത്. അത് നിങ്ങൾക്ക് എക്സ് മാത്രമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എക്സും വൈയും ഇട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദി പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ഒരു ടേബിളിൻ്റെയും കസേരയുടെയും കൂടെ വില എത്രയാണ്, 11,000 രൂപ. ദി പ്രൈസ് ഓഫ് ദി ടേബിൾ ആൻഡ് 4 ചെയേഴ്സ് ഈസ് 14,000 rupees. ഇനി ഒരു ടേബിളും 4 ചെയറും വാങ്ങിച്ചപ്പോൾ എത്രയായി, 14,000 രൂപയായി. അങ്ങനെയാണ് രണ്ടിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കണം. നോക്കാം, നമുക്കിവിടെ എക്സും വൈയും ഇട്ട് ചെയ്യാം. ഇനി എക്സ് മാത്രം ഇട്ട് ചെയ്യുവാണെങ്കിൽ എന്തോ വരും, ടേബിളിൻ്റെ പ്രൈസ് എക്സ് എടുക്കുവാണെങ്കിൽ ചെയറിൻ്റെ പ്രൈസ് എന്ത് വരും, ടേബിളിലും ചെയറൂടെ വാങ്ങിച്ചപ്പോൾ നമുക്ക് 11,000 അല്ലേ ആയത്. അന്നേരം 11,000 നിന്ന് എക്സ് മൈനസ് ചെയ്യണം. ഞാൻ പ്രൈസ് ഓഫ് ടേബിൾ എക്സ് എന്നും പ്രൈസ് ഓഫ് ചെയർ വൈ എന്നും എടുത്തു. റുപ്പീസാണ് കേട്ടോ, ഇവിടെ എക്സ് റുപ്പീസ്, വൈ റുപ്പീസ്. ഞാൻ പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് എക്സ് റുപ്പീസും പ്രൈസ് ഓഫ് ചെയർ എന്ന് പറയുന്നത് വൈ റുപ്പീസെന്നും എടുത്തു. നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ക്ലൂ, അതായത് ആദ്യത്തെ ഇക്വേഷനിലോട്ട് എത്താനുള്ള ക്ലൂ എന്താണ്, പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈസ് 11,000 rupees. ഒരു ടേബിളും ഒരു ചെയറും വാങ്ങിച്ചപ്പം എത്ര രൂപയായി, 11,000 rupees ആയി. അതായത് എക്സ് പ്ലസ് വൈ, ഒരു ടേബിളിൻ്റെ വില എക്സ്, ഒരു ചെയറിൻ്റെ വില വൈ. എക്സ് പ്ലസ് വൈ എത്ര കിട്ടി, 11,000 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി ഒരു ടേബിളും 4 ചെയറും വാങ്ങിച്ചപ്പോൾ എത്രയായി, 14,000 rupees ആയി അല്ലേ. അന്നേരം എക്സ് പ്ലസ് ഒരു ടേബിളിൻ്റെ വില എക്സ്, 4 ചെയർ ആകുമ്പോൾ എത്ര ആവും, 4y, എത്രയായി, 14,000 rupees ആയി. ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ എത്രയാണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, വൈയുടേത് 1 ആണ്. രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ 1, വൈക്ക് എത്രയാണ്, 4 ആണ്. ഇവിടെ എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും സെയിം ആണ്, സൈന് സെയിം ആണ് അല്ലേ, പ്ലസ് അല്ലേ, രണ്ടിടവും പ്ലസ് ആണ്, കോഎഫിഷ്യൻറ്റ് 1 ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ മൈനസ് ചെയ്താൽ മതി. ഇതല്ലേ വലിയ വാല്യൂ നമുക്ക് ആദ്യം എഴുതാം. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം,
രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. എന്ത് കിട്ടും? 14,000 നിന്ന് 11,000 മൈനസ് ചെയ്ത് നമുക്ക് 3,000 എന്ന് കിട്ടും ആൻസർ അല്ലേ. 4y ഒരു y കുറച്ചാൽ എന്ത് കിട്ടും? 3y. എക്സിന്ന് എക്സ് കുറച്ചാൽ എന്തായിരിക്കും? 0. നമുക്ക് 3y = 3,000 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 3,000/3 ആയിരിക്കത്തില്ലേ? ആൻസർ നമുക്ക് എത്ര കിട്ടി? 1,000 rupees, 1,000 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ എന്താണ്? 1,000 ആണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ. നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. x + y = 11,000 അല്ലേ? അതിനകത്ത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. x = എത്ര ആയിരിക്കും? 11,000 - 1,000 എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും അല്ലേ. അരം ടേബിളിൻ്റെ വില എത്രയാണ്? 10,000 rupees. ചെയറിൻ്റെ വിലയോ? 1,000 rupees.